എന്തിനാ അങ്കിൾ ഇവിടെ ഇറങ്ങിയത്? നമ്മൾ എങ്ങോട്ട് പോവാ? മോളെ മിണ്ടാതിരിക്കും. എങ്ങോട്ടാണെന്നോ എങ്ങനെയാണെന്നോ ഒരു പിടിയും കിട്ടുന്നില്ല. അപ്പൊ ജോത്സ്യം പറഞ്ഞത് ഒരർത്ഥത്തിൽ ശരിയാണെന്ന് പറയാം അല്ലേ? ജാതകദോഷക്കാരിയുടെ കൂടെ കൂടിയപ്പോ പെരുവഴിയിലായി. വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും പറയാനുള്ള സമയമല്ലിത്. ഇങ്ങനെ വഴിമുറിഞ്ഞു നിൽക്കുമ്പോ ചിലതൊക്കെ സത്യമാണെന്ന് തോന്നിപ്പോവാ. ജഗൻ വിഷമിക്കണ്ട. തൽക്കാലം നമുക്ക് എന്റെ വീട്ടിലേക്ക് പോവാം. അത് വേണ്ട, അത് ശരിയാവില്ല. അവർക്ക് നമ്മൾ ഒരിക്കലും ഒരു ബാധ്യതയാവണ്ട. നമ്മുടെ വരവ് മറ്റൊരാളുടെ സന്തോഷം കളയുന്നുണ്ടെങ്കിലേ അതൊരു ബാധ്യതയാവും. നമ്മൾ ചെല്ലുന്നത് അച്ഛൻ്റെ അമ്മയുടെ സന്തോഷം ഇരട്ടിപ്പിക്കുകയുള്ളൂ. അതൊരിക്കലും അവർക്കൊരു ബാധ്യതയായി തീരില്ല ജഗൻ. ആയിരിക്കാം, എന്നാലും അത് വേണ്ട. വഴിമുട്ടി നിൽക്കുമ്പോഴും അഭിമാനം കൈവിടാൻ പറ്റുന്നില്ല അല്ലേ? ഭർത്താവിൻ്റെ അഭിമാനം തകരുമ്പോൾ വീണുടയുന്നത് ഭാര്യയുടെ മനസ്സാണ്. എന്റെ മനസ്സ് വേദനിപ്പിക്കാൻ എനിക്കാവില്ല. ജഗ, എന്റെ വീട്ടിലേക്ക് പോകുന്നതില് ഒരു അഭിമാനക്കുറവും വേണ്ട. അത് വേണ്ട. പിന്നെ പിന്നെ എന്താ ഒരു വഴി? എന്തിനും പണം വേണ്ടേ? ഒരു വഴിയുണ്ട്. എന്തു വഴി? തൽക്കാലം നമുക്കൊരു വാടക കൂടെ എടുത്ത് താമസിക്കാം. ജഗ, വെറുതെ മണ്ടത്തരം പറയാതെ. വീടിന് അഡ്വാൻസ് കൊടുക്കണ്ടേ? ഉപ്പു തൊട്ട് കർപ്പൂരം വരെ വാങ്ങിയാലേ ഒരു പുതിയ വീട്ടിലേക്ക് മാറാൻ പറ്റൂ. അതിനൊക്കെയുള്ള പണം ഉണ്ടോ ജഗന്റെ കയ്യില്? നമുക്ക് നോക്കാം. ഇങ്ങനെ വഴിയുണ്ട്. വന്ദനെതിര് പറയരുത്. തൽക്കാലം ഈ ബുള്ളറ്റ് പണയം വെച്ച് കുറച്ച് പണം എടുക്കാം. ജഗ, അതൊക്കെ വന്ദനെ എതിര് പറയരുത്. വന്ദനെ എതിർത്തുകൊണ്ട് എനിക്കൊരു കാര്യം ചെയ്യാൻ പറ്റില്ല.